നമ്മളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് തലവേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, പരാതികളുടെ പ്രളയമാണ്. ശരീരത്തിൻ്റെ പരിമിതികളെ അവഗണിച്ചുകൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ തീർക്കുകയാണ് സുനിതയും സ്വപ്നയും. വരകളിലൂടെ അതിജീവനം സാധ്യമാക്കുമ്പോൾ ജീവിതത്തെ നോക്കി ചിരിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരും. തോറ്റിരിക്കാൻ ഇവർ ഒരുക്കമല്ല. തോൽപ്പിക്കാൻ നോക്കുന്ന വിധിയെപ്പോലും ക്യാൻവാസിൽ മനോഹരമായ ചിത്രങ്ങളാക്കും. ഇരു കൈകളുമില്ലാത്ത സ്വപ്നയ്ക്ക് ചിത്രകാരിയാക്കണമെന്നത് ജീവിതാഭിലാഷമായിരുന്നു. ചെറുപ്പം മുതൽ കാലുകൾ ഉപയോഗിച്ച് ചിത്രം വരച്ചു തുടങ്ങി. ചിത്രം വരയ്ക്കാൻ മാത്രമല്ല, തന്റെ ജീവിതത്തെ മുന്നോട്ട് നടത്താനും കാലുകളുടെ തുണയുണ്ട്. എറണാകുളം മൂവാറ്റുപുഴയിലാണ് സ്വപ്നയുടെ വീട്. ചെറുപ്പം മുതൽ കുടുംബം ഒപ്പമുണ്ട്. ഞാൻ കുഞ്ഞിലെ തന്നെ വരയ്ക്കുമായിരുന്നു. ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ആയ സമയത്ത് പേരൻസാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്ത് വേണ്ട ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം തന്ന്, പിന്നെ എല്ലാം സ്വന്തം കാലും കൊണ്ട് ചെയ്യാനായിട്ടുള്ള അവർ പരിശീലിപ്പിച്ച് എന്നെ ഇത്ര വരെയാക്കിയത്. പിന്നെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് എനിക്ക് ഇപ്പോൾ കൈ തന്നില്ലെങ്കിലും ദൈവം എനിക്ക് ഈ കഴിവ്, ഈ കല എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ തന്നു. പേശികൾ തളർന്നു പോകുന്ന മസ്കുലർ അട്രോഫി കണ്ണൂർ സ്വദേശിനിയായ സുനിതയെ തളർത്തിയിട്ടില്ല. ഇതേ രോഗം ബാധിച്ച സഹോദരൻ ചിത്രങ്ങളുടെ ലോകത്തേക്ക് സുനിതയെ ചേർത്തു നിർത്തി. വിശ്വപ്രശസ്ത ചിത്രകാരി ഫ്രിഡ കഹ്ലോ ആണ് സുനിതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രകാരി. ശാരീരികമായ ദൗർബല്യങ്ങൾ ആ ചിത്രകാരിയെയും അലട്ടിയിരുന്നതാകാം ഈ ഇഷ്ടത്തിന് കാരണമെന്ന് സുനിത പറയുന്നു. ആദ്യമൊക്കെ കൈകളുകൊണ്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മസ്കുലർ ആട്രോഫി എന്ന് പറഞ്ഞ അസുഖം ബാധിച്ച് കാലുകൾക്ക് ആദ്യം നടന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നടക്കാൻ കഴിയാതെയായി, പിന്നെ കൈകൾക്കും ബാധിച്ചു. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കൈകളുകൊണ്ട് വരക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അപ്പോൾ എൻ്റെ ഏട്ടന് ഇതുപോലെ മസ്കുലർ ആട്രോഫി ബാധിച്ച വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്, മൗത്ത് പെയിൻറ്റർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കും പിന്നെ വായ കൊണ്ട് ശ്രമിച്ചു നോക്കിയാൽ സാധിക്കും. അങ്ങനെ ഒരു ദിവസം പ്രതീക്ഷിക്കാണ്ട് ഞാനും വരയ്ക്കുകയായിരുന്നു. കാരണം എനിക്ക് വരയ്ക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം ചിത്രകലയോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തങ്ങളുടെ ചിത്രപ്രദർശനവും വിൽപ്പനയും നടത്തുന്ന തിരക്കിലാണിവർ. അസോസിയേഷൻ ഓഫ് മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റേഴ്സ് എന്ന ആഗോള സംഘടന വഴി ചിത്രങ്ങൾ വിറ്റഴിച്ച് വരുമാനവും നേടുന്നുണ്ട്. വർഷങ്ങളായി സുഹൃത്തുക്കളായ ഇരുവരും കലയുടെ ലോകത്ത് പരസ്പരം താങ്ങും തണലുമാണ്. അമൽ സുരേന്ദ്രൻ, 24, കൊച്ചി. വളരെ പോസിറ്റീവാണല്ലേ, വളരെ പോസിറ്റീവായ ഒരു സ്റ്റോറി. എന്ത് മനോഹരമായിട്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. സുനിതയും സ്വപ്നയും അവരുടെ ജീവിതവും ഇതുപോലെ നിറയെ നിറങ്ങളും വർണ്ണങ്ങളും ഉള്ളതായി. ഇനിയും അവർ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കട്ടെ, ഒരുപാട് സ്വപ്നം കാണട്ടെ, ആ സ്വപ്നങ്ങൾക്കൊപ്പം അവർ സഞ്ചരിക്കട്ടെ.